my name is Lali Joseph. Welcome back to Spanish with Lali. Hope you all are doing good. അപ്പോൾ സമയമൊട്ടും കളയാതെ നമുക്ക് സ്പാനിഷ് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ കവർ ചെയ്യാൻ പോകുന്ന പോർഷൻ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ്, അതുപോലെ പാസ്റ്റ് കണ്ടിന്യൂസ്. ഈ രണ്ട് ടെൻസാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെർബ് കൊമേർ ആണ്. കൊമേർ ടു ഈറ്റ്. കൊമേർ ഇആറിൽ എൻഡ് ചെയ്യുന്ന ഇൻഫിനിറ്റീവ് വെർബാണ്, റെഗുലർ വെർബാണ്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ എല്ലാം റെഗുലർ പാറ്റേൺ ആണ്. കൊമേർ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് കൊമേർ തന്നെയാണ്, അതിൻ്റെ പ്രസൻറ്റ് ടെൻസ് ആണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസ്. സ്പാനിഷിൽ പ്രത്യേകിത്തെ എന്ന് പറയും. അത് ഇംഗ്ലീഷിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ആൻഡ് ഇംപെർഫെക്റ്റ് ടെൻസ് അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. സ്പാനിഷിൽ പറയുന്നത് ഇംപെർഫെക്റ്റ് എന്നാണ്. ഇംപെർഫെക്റ്റ് നോക്കാം. ഐ ഏറ്റ് സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു. പെട്ടെന്ന് നമ്മൾ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഐ ഏറ്റ് അതെങ്ങനെ പറയാം? yo comí. I ate. yo comí. ഇനി ഞാൻ ജോ പറയാതെ കൊമി എന്ന് പറഞ്ഞാലും അത് അണ്ടർസ്റ്റാൻഡ് ആണ്. അത് ഞാനാണ് ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ. ജോ കൊമി, ഐ ഏറ്റ്. ഇനി അത് നമ്മൾ തു ഇൻഫോർമൽ ആണ്. തു മീൻസ് യു. നമ്മൾ ഇംഗ്ലീഷ് ചോദിച്ചല്ലേ, ഡിഡ് യു ഈറ്റ്? യെസ്, ഐ ഏറ്റ്. ഡിഡ് യു ഈറ്റ്? ഇപ്പം യു ആണ് ഇൻഫോർമൽ യു ആണ് നമ്മളോട് പറയുന്നത് കൊമീസ്തേ. ഇപ്പം നമ്മളൊരാൾക്കാണ്, നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും നമുക്ക് പെട്ടെന്ന് നമ്മൾ ചോദിക്കുകയാണ് ഡിഡ് യു ഈറ്റ്? കൊമീസ്തേ, ജസ്റ്റ് കൊമീസ്തേ. അവിടെ യു നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. യു അവിടെ അണ്ടർസ്റ്റാൻഡാണ്. കൊമീസ്തേ പാസ്റ്റ് ടെൻസ്, കൊമീസ്തേ. ഇനി ഞാൻ ഒന്ന് ബാക്കിലേക്ക് പോകണേ. ഐ ഏറ്റ്. എനിക്ക് കൊമി എന്ന് പറഞ്ഞാൽ ഐ ഏറ്റ്. ഞാൻ കൊമിയ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം ജോ കൊമിയ എന്ന് പറഞ്ഞാൽ ഐ യൂസ് ടു ഈറ്റ് അല്ലെങ്കിൽ ഐ വാസ് ഈറ്റിംഗ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പം കൊമി സിമ്പിൾ പാസ്റ്റ്, കൊമിയ ഐ യൂസ് ടു ഈറ്റ്. അതുപോലെ തു കൊമീസ്തേ, ഡിഡ് യു ഈറ്റ്? അവിടെ നമുക്ക് യു യൂസ് ടു ഈറ്റ് എന്ന് പറയുകയാണെങ്കിൽ കൊമിയാസ്. തു കൊമിയാസ് എന്ന് പറഞ്ഞാൽ യു യൂസ് ടു ഈറ്റ്, യു വെർ ഈറ്റിംഗ്. പാസ്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ usted. She ate, he ate, you formal ate. അത് മൂന്നും ഒരു കാറ്റഗറിയാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊമിയോ സിമ്പിൾ പാസ്റ്റ്. ഷീ, ഹി, യു ഫോർമൽ ate. അത് നമ്മൾ ഇംപെർഫെക്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ കൊമിയ എന്ന് വരും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ജോ കൊമിയ എന്ന് വന്നു. അതുപോലെ usted അവിടെ നമ്മൾ കൊമിയ യൂസ് ചെയ്യണം. അപ്പോൾ ഈ കൊമിയ ഐക്കും യൂസ് ചെയ്തു, ഹി, ഷീ, യുവിനും കൊമിയ യൂസ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെയാണ് അതിൻ്റെ കിടപ്പ്. അപ്പോൾ അവിടെ കൊമിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഷീ യൂസ് ടു ഈറ്റ്, ഷീ വാസ് ഈറ്റിംഗ്, ഹി വാസ് ഈറ്റിംഗ്. ഇനി ജസ്റ്റ് സിമ്പിളായിട്ട് ഷീ ഏറ്റ് എന്ന് പറയുന്നത് കൊമിയോ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് സിമ്പിൾ പാസ്റ്റ് ഹി ഏറ്റ് കൊമിയോ. പിന്നെ യു ഫോർമൽ usted അത് കൊമിയോ. അതിൻ്റെ ഇംപെർഫെക്റ്റ് ആണ് കൊമിയ. ഇനി nosotros, വി പ്ലൂറൽ, വി ഏറ്റ് പാസ്റ്റ്. അവിടെ കൊമീമോസ് എന്ന് പറയും. കൊമീമോസ്. nosotros വി, nosotras ഫീമെയിൽ ആണെങ്കിൽ nosotras എന്ന് പറയും, nosotros മെയിൽ ആണെങ്കിൽ. അവിടെ കൊമീമോസ്, വി ഏറ്റ്. അവരുടെ ഇംപെർഫെക്റ്റ് അല്ലെ പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എങ്ങനെ വരും? കൊമിയാമോസ്, ഇയാമോസ് എന്ന് പറയും ലാസ്റ്റ്. കൊമിയാമോസ്. വോസോട്രോസ് കൊമിസ്തേസ്. യു സ്പെയിൻ മാത്രം യൂസ് ചെയ്തതാണ്. യു ഓള ഇൻഫോർമലാണ്. എയ്റ്റ് കൊമിസ്തേസ് എന്നാണ്. കൊമിസ്തേസ് അവരുടെ ഇംപെർഫെക്റ്റ് ആണ്. വോസോട്രോസിന്റെ ഇംപെർഫെക്റ്റ് ആണ് കൊമിയായിസ്. അടുത്തത് എയോസ്, എയാസ്,
ustedes, ustedes. They, all male ellos, all female ellas. Ustedes formal, you all are. Ate, simple past. Comieron, comieron. ഈ അവരുടെ ഇംപെർഫെക്റ്റ്ലി പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ദേ ate, they used to eat, they were eating, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിന് കൊമിയാൻ. അപ്പോൾ ഇന്ന് പഠിച്ചത് 2 ടെൻസുകളാണ്. സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ പ്രത്യേക ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഇംപെർഫെക്റ്റ് ടെൻസ്. സംതിങ് പാസ്റ്റിൽ ഇങ്ങനെ കഴിഞ്ഞിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഐ യൂസ് ടു ഡു, ഐ യൂസ് ടു ഈറ്റ്, അങ്ങനെയുള്ളൊരു കാര്യത്തിലാണ് ഇംപെർഫെക്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടു ഈറ്റ് എന്നുള്ള കൊമേർ എന്നുള്ള ടു ഈറ്റ് എങ്ങനെയാണ് പാസ്റ്റ് ടെൻസിലും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഈ കൊമേറിൽ നിന്ന് ഈ വെർബിൻ്റെ മാറ്റമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് കണ്ടിന്യൂസും സിമ്പിൾ പാസ്റ്റും ടു ഈറ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഹasta luego, adiós, bye.